ഞാൻ ദേവദത്ത. ഇനി ഞാൻ ബച്പൻ ചാപ്റ്ററിലത്തെ 4th പാർട്ടിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. हम जाने क्यों घोड़ों की को कुछ कमतर करके समझते, उन पर हंसते थे ननिहाल के घोड़े खूब हृष्ट पुष्ट और खूबसूरत, उनकी बात फिर कभी. കൃഷ്ണ സോപതിയുടെ നേരത്തെ ഞാൻ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ബച്പൻ ചാപ്റ്ററിലത്തെ നേരത്തെ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഷിംല റീജിയനത്തെ ആ ഒരു കാഴ്ചകൾ, അവിടത്തെ ഘോഡം കി സവാരി, കുതിര സവാരി നടത്തിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഇനി പറയുന്നത്. അപ്പൊ പറയുകയാണ്, കുറെ ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നമ്മളെല്ലാവരും കുതിരനെ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അവരെ നോക്കി എന്തിനാണ് നമ്മൾ ചിരിക്കുന്നത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. പിന്നെ നനിഹാൽ എന്ന് വെച്ചാൽ അമ്മ വീട്ടിലത്തെ കുതിരകള്, കൃഷ്ണ സോപതിയുടെ അമ്മ വീട്ടിലത്തെ കുതിരകളെല്ലാം നല്ല വെൽ ബിൽഡാണ്. അതേപോലെ തന്നെ നല്ല സ്ട്രോങ്ങും എല്ലാം ചേർന്നിട്ട് ഒരു കുതിരയാണ്. അതിനെപ്പറ്റി പിന്നെ പറയാനാണ് പറഞ്ഞേക്കുന്നത്. शाम को रंग बिरंगे गुब्बारे, सामने जाकू का पहाड़, ऊंचा चर्च की घंटियां बजती तो दूर दूर तक उनकी गूंज फैल जाती. लगता इसके संगीत से प्रभु ईश्वर स्वयं कुछ कह रहे हैं. ഇതിൽ പറയുന്നത് ഈ ജാക്കുക പഹാഡ് ഷിംലയുടെ അടുത്താണ്, ഷിംല റീജിയന്റെ അടുത്താണ്. അപ്പൊ അവിടുത്തെ ഊഞ്ച ചർച്ച്, അതൊരു ചർച്ചാണ്. അവിടുത്തെ ബെല്ലടിക്കുന്നത് ദൂരെ വരെ കേൾക്കാം. ആ ഒരു സൗണ്ട്, ആ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഈശ്വരന് നമ്മളോട് എന്തോ പറയാനായിട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. സാമനെ ആകാശ് पर सूर्योस्त हो रहा है, गुलाबी सुनहरी धारियों नीले आसमान पर फैल रही है. ഇതിൽ പറയുന്നത് സാമനെ എന്ന് വെച്ചാൽ അടുത്ത് തന്നെ ആകാശത്തില് സൂര്യോസ്തത്തിന്റെ സമയത്തില് ഗുലാബി സുനേരി എന്ന് വെച്ചാൽ ഓറഞ്ചിഷ് ഗോൾഡൻ കളറായിട്ടുള്ള ധാര്യം എന്താന്ന് വെച്ചാൽ ലൈൻസ്, ആ ഒരു ലൈനിങ് വരുന്നുണ്ട് ആകാശത്തില്. ദൂർ ദൂർ ഫൈൽ പഹാഡോ के मुकड़े गहराने लगे और देखते देखते बत्तियों टिमटिमाने लगी. ഇതിൽ പറയുന്നത് ഈ ജാക്കുക പഹാഡില്, അവിടുത്തെ ഷിംല റീജിയന്റെ ആ ജാക്കുക പഹാഡ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ അടുത്ത് തന്നെ. അപ്പൊ ആ ഒരു സമയം, സൂര്യാസ്തത്തിന്റെ സമയം ആകുമ്പോഴത്തേക്കും ഓരോ വീടുകളിലും ടിംടിമാനെ എന്ന് വെച്ചാൽ ലൈറ്റ്, ആ ഒരു സമയം ആകുമ്പോൾ നമ്മള് വീട്ടിലെ രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഇടാൻ തുടങ്ങും. അതേപോലെ തന്നെ ആ ഒരു അങ്ങനെ ടിം പോലെ ലൈറ്റ് ഓരോ വീട്ടിലും തെളിയാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. रेज पर की रौनक और माल की दुकानों की चमक के भी क्या कहा, स्कैंडल पॉइंट की बीट से उभरता कोलाहल. ഇതിൽ പറയുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറെ തിരക്ക് കൂടാൻ തുടങ്ങും. സ്കാൻഡൽ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ തിരക്ക് കൂടാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. സർവർ സ്കാൻഡൽ പോയിന്റ് के ठीक सामने उन दिनों एक दुकान हुआ करती थी. ആ സമയങ്ങളിൽ സ്കാൻഡൽ പോയിന്റിന്റെ അവിടുത്തെ അടുത്ത് തന്നെ ഒരു ഷോറൂം, ഒരു ദുക്കാൻ എന്ന് വെച്ചാൽ ഒരു ഷോപ്പ് ഉണ്ട്. दुकान हुआ करती थी जिसके शोरूम में शिमला कालका ट्रेन का मॉडल बना हुआ था. ഷിംല കാൽക്ക ട്രെയിൻ, അതിന്റെ ഒരു മോഡലാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ ഷിംല കാൽക്ക ട്രെയിനിന്റെ ഒരു മോഡൽ ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് ആ കടലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഈ കടയിൽ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഇനി അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ആ കടയില് ഷിംല കാൽക്ക ട്രെയിനിന്റെ മോഡൽ ഉണ്ട്. ആ ട്രെയിന് കുറച്ച് ചത്വാല സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഉസ് पर इसकी पटरियां, उस पर खड़ी छोटे छोटे डिब्बे वाली ट्रेन. छोटे छोटे डिब्बे वाली ट्रेन ആണത്. എന്താന്ന് വെച്ചാൽ
ചെറിയ കമ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ട്രെയിൻ. അത് മോഡൽ ആയതുകൊണ്ട് ചെറുതാണല്ലോ, അതുകൊണ്ട് ആ ചെറിയ കമ്പാർട്ട്മെന്റ് ഉള്ള ട്രെയിനാണ് അത്. एक और लाल टीन की छत वाला स्टेशन और सामना सिग्नल देता खबा थोड़ी थोड़ी दूर पर बनी सुरंगे. ചത്വാല സ്റ്റേഷൻ, ആ ഇത് ലാൽ ടീൻ എന്ന് വെച്ചാൽ ഒരു ലാമ്പായിട്ടുള്ള, ഇപ്പോൾ ആ ട്രെയിനിന്റെ അടുത്ത് തന്നെയുള്ള ആ സ്റ്റേഷനിൽ ഒരു ലാമ്പ് പോലെ അത് തൂക്കിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ തോന്നും എന്നാണ് പറയുന്നത്. पिछली सदी में तेज रफ्तार वाली गाड़ी वही थी. कभी कभी हवाई जहाज भी देखने को मिलते. शिमला में जब भी उसके आवाज आती बच्चे उन्हें देखने बाहर दौड़ते. खींचते एक भारी भरकम पक्षी उड़ा जा रहा है पंख फैलाकर. അന്നത്തെ കാലങ്ങളിൽ ഈ ഷിംല കാൽക്ക ട്രെയിൻ ആയിരുന്നു ഏറ്റവും സ്പീഡ് കൂടിയ ഒരു വെഹിക്കിൾ. ഗാഡി എന്ന് വെച്ചാൽ വെഹിക്കിൾ. ആ ഒരു സമയത്ത് ഈ എയറോപ്ലെയിൻ ഒക്കെ കാണുമ്പോൾ ദില്ലിയിലത്തെ ഒക്കെ കുട്ടികളാണെങ്കിൽ ഓടി ചെന്നിട്ട് അത് നോക്കുമ്പോഴത്തേക്കും അത് ഭാരി ബർക്കം പക്ഷി, ആ എയറോപ്ലെയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഹവായി ജഹാസ് എന്ന് വെച്ചാൽ എയറോപ്ലെയിൻ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് ഭാരി ബർക്കം പക്ഷി ഉടനെവാല, പറന്നു പോകുന്ന പോലെ തോന്നുന്നു എന്നവര് വർണ്ണിച്ചിരിക്കുന്നത്. यह देखो और वह गायब, उसकी स्पीड ही इतनी तेज लगती है. हाँ, गाड़ी के मॉडल वाली दुकान के साथ एक और ऐसी दुकान भी जो मुझे कभी न भूलती. यह वह दुकान थी जहां मेरे पहला चश्मा बन था. ആ കടേനെ പറ്റി ഇത്രയും കൂടിയുള്ളൂ ആ പറയുന്നത്. പിന്നെ അതിന്റെ അടുത്തുള്ള ഒരു കടയുണ്ട്. ആ കാലങ്ങളിൽ ആ ട്രെയിനാണ് നല്ല സ്പീഡ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ആ ഒരു ഷോപ്പ് ഞാൻ മറക്കില്ല, അതിന്റെ അടുത്തുള്ള ഷോപ്പ് ഞാൻ മറക്കില്ല. കാരണം അടുത്തുള്ള ഷോപ്പ് എന്റെ കണ്ണാടി ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു സ്ഥലമാണ്. അവിടുത്തെ ഡോക്ടർ അംഗ്രേസി, വഹാം ആംഗോം കെ ഡോക്ടർ അംഗ്രേസി തെ. അംഗ്രേജി എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. അവിടുത്തെ ഫോറിനേഴ്സ് ആണ് ആ ഡോക്ടേഴ്സ്. അവിടെയുള്ള ഡോക്ടേഴ്സ് ഫോറിനേഴ്സ് ആണെന്നാണ് പറയുന്നത്. शुरू में चश्मा लगाना बड़ा अटपटा लगा. छोटे बड़े मेरे चेहरे की और देखते और कहते, आंखों में कुछ तकलीफ है, उस उम्र में आइनक दूध पिया करो. मैं डॉक्टर साहिब का कह दोहरा देती, कुछ देर रहनोगी तो आइनक उतर जाएगी. ഈ ഒരു സമയത്ത് ബിഗിനിങ്ങിലായിരുന്നപ്പോൾ ഈ സ്പെക്സ് വെക്കുന്നത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടായിരുന്നു കൃഷ്ണ സോബത്തിക്ക് തോന്നിയത്. ഓരോരുത്തവര് കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും, ഈ പ്രായത്തിലാണോ, എന്താണ് കുഴപ്പം കണ്ണിന്, ഈ പ്രായത്തിലാണോ, ഉമ്ര എന്ന് വെച്ചാൽ ഈ ഏജ് എന്നാണ് ഉമ്ര, ഈ ഏജിലാണോ കണ്ണാടി വെക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പറയും ദൂത് പിയാക്കാരോ, പാല് കുടിക്കാൻ. ദൂത് എന്ന് വെച്ചാൽ പാല് കുടിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണ സോബതി പറയും, ഡോക്ടർ സാഹിബ്, ഡോക്ടർ സാർ എന്നാണ് സാഹിബ് ഉദ്ദേശിച്ചത്. ഡോക്ടർ സാഹിബ് പറയുന്നത് പോലെ തന്നെ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു കൊടുക്കും. കാരണം അത് എന്നും വെക്കാനുള്ള അയനക്കാണ്. അയനക്ക് എന്ന് വെച്ചാൽ സ്പെക്സ് ആണ്. പക്ഷെ എന്നാലും എല്ലാവരോടും പറയുന്നത് കുറച്ച് 2 മാസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും വെക്കണ്ടെന്നാണ് കൃഷ്ണ സോബതി പറഞ്ഞത്. പക്ഷെ ശരിക്കും അത് ഫുൾ വെക്കണം. वैसे डॉक्टर साहिब ने पूरा आश्वासन दिया था, लेकिन चश्मा तो अब तक नहीं उतरा. ഡോക്ടർ സാർ ആണെങ്കിൽ എന്നെ അന്ന് വളരെ ആശ്വാസപ്പെടുത്തി. ഇപ്പോഴും ഈ ദിവസങ്ങളിലും ഞാൻ വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്പർ ബസ് കം ഹി ഹോത്താ രഹ.
ഈ സ്പെക്സിന്റെ ആ നമ്പർ എന്താണെന്ന് വെച്ചാൽ ഓരോ ഐ ടെസ്റ്റിന്റെ ഒക്കെ ആ നമ്പർ ഡിക്രീസ് ആയി തുടങ്ങി. കാരണം എന്താ, ആ പ്രോപ്പർ വിഷൻ കിട്ടുന്നില്ല. മാം അപ്നെ ആപ്പ് ഇസ്കി ജിമ്മേവാർ ഹൂം, എന്റെ റെസ്പോൺസിബിൾ ആണ് ഇതിനെ ഇനി നോക്കാനുള്ളത് എന്നാണ് കൃഷ്ണ സോപതി പറയുന്നത്. जब अब दिन की रोशनी को तोड़कर रात में टेबल लैंप के सामने काम करेंगी तो इसके अलावा और क्या होगा? हाँ, जब पहली बार मैंने चश्मा लगाया तो मेरे एक चचेरे भाई ने मुझे छेड़ा, देखो देखो कैसी लग रही है. ഈ കണ്ണാടി വെച്ച് ഇപ്പോഴും വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കണ്ണാടി വെച്ചതെന്നാണ് ഇനി പറയുന്നത്. കാരണം രാവിലത്തെ വെളിച്ചത്തിൽ ഈ കൃഷ്ണ സോപതി ആണെങ്കിൽ ജോലി ചെയ്യില്ല. പകരം രാത്രിയിലെ ടേബിൾ ലാമ്പിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് ജോലി ചെയ്തത്. ഇതുകൊണ്ട് കണ്ണുകളിൽ ബുദ്ധിമുട്ട് തോന്നി, അങ്ങനെ കണ്ണാടി വെച്ചു. അപ്പൊ ഇതാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ആ ഒരു ആലാവ എന്ന് വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ടാണ്, ജിസ്കെ കാരൻ, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണാടി വെച്ചെന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ എൻ്റെ കസിനൊക്കെ എന്നെ കളിയാക്കാറുണ്ടെന്ന് പറയുകയാണ്. ആംഖോं पर चश्मा लगाया ताकि मुझे दूर की यह नहीं लड़की को मालूम सूरत बनी लंगूर की. ഇത് ബ്രദറാണ്, ആ കസിനാണ് പറയുന്നത്. ഇതൊക്കെ സ്പെക്സ് വെച്ചിരിക്കുന്ന ഒരു കുട്ടി ദൂരത്ത് നിന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്പെക്സ് ആണ് അവൾ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇവളുടെ മുഖം കാണാൻ മങ്കീനെ പോലെ ഉണ്ടെന്നാണ് ബ്രദർ കളിയാക്കി പറയുന്നത്. സൂരത്ത് എന്ന് വെച്ചാൽ ഫേസ്, ലങ്കൂർ മങ്കി, അപ്പൊ അതിനെ പോലെയാണ്. എന്നിട്ട് ഇവൾക്ക് മനസ്സിലാവണില്ല, അത്രയും ബോറായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. മാം ചീക്കി कि मुझ पर यहाँ क्यों दोहराया जा रहा है, पर शोर बुरा न लगा. ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് തോന്നി. എപ്പോഴും എന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നേ എന്ന് കൃഷ്ണ സോപതി ആലോചിക്കുക. जब वह चाय पीकर चले गए तो मैं अपने कमरे में जाकर आईने और के सामने खड़ी हो गए. कई बार अपने को देखा, ऐनक उतारी, फिर पहने, फिर उतारी, देखती रही. सूरत बनी लंगूर की. नहीं नहीं नहीं, हाँ हाँ हाँ. ഇതിൽ പറയുന്നത് കൃഷ്ണ സോപതിനെ കണ്ണാടി വെച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ട്. കാരണം മങ്കിയുടെ ഫേസ് ആയതുകൊണ്ട്, മങ്കിയുടെ ഫേസ് പോലെ തോന്നുന്നത് കൊണ്ട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് എന്നെ കളിയാക്കുന്നത്? അതുകൊണ്ട് ആയിനെന്ന് വെച്ചാൽ ഇതാണ് മിറർ പോയി നോക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് മിററിൽ പോയി നോക്കി. കമരയെന്ന് വെച്ചാൽ റൂം. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറെ നേരം ഇങ്ങനെ സ്വയം തന്നെ കണ്ണാടിയിലേക്ക് നോക്കി. ആ അയനക്കെന്ന് വെച്ചാൽ സ്പെക്സ്, ആ സ്പെക്സ് എടുത്ത് മാറ്റി, വീണ്ടും വെച്ചു, വീണ്ടും മാറ്റി. എന്നിട്ട് പറയാ, അങ്ങനെ എന്നെ തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആ പിന്നെ പറയുന്നുണ്ട്, ആ എന്ന് പറയുന്നുണ്ട്. मैंने अपने छोटे भाई को टोपा उठाकर सिर पर रखा. कुछ अजीब लगा, अच्छा भी और मजाकिया भी. എന്റെ ബ്രദറിന്റെ ടോപ്പ എന്ന് വെച്ചാൽ ക്യാപ്പ് ഞാൻ വെക്കാറുണ്ട്. പക്ഷെ അജീബ് എന്ന് വെച്ചാൽ ഓഡ്. പക്ഷെ എന്തോ ഓടായിട്ട് തോന്നുന്നു. നല്ലതുമാണ്, പക്ഷെ ഫണ്ണി ആയിട്ടും തോന്നുന്നുണ്ട്. तब की बात थी, अब तो चेहरे के साथ खुल मिल गया है चश्मा. जब कभी उतरा हुआ तो है तो चेहरा खाली खाली लगने लगता है.
കുറെ കാലങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോ എന്റെ ഫേസ് ആ കണ്ണാടിയായിട്ട് മിങ്കിളായി. പിന്നെ അത് മാറ്റുമ്പോ എന്റെ ഫേസ് ഭയങ്കര എന്തോ കാലിയായിട്ട് എംപ്റ്റി ആയിട്ട് തോന്നുന്നു. കാരണം എന്തോ ഒരു കുറവുണ്ട്, ആ ഫേസിനകത്ത് എന്തോ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. യാദ് ആ ഗയാ വ ടോപ്പ കോലി ഫ്രെയിം കച്ചഷ്മ और ലങ്കൂർ കി സൂരത്ത്. ഇപ്പൊ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ പ്രായമായല്ലോ, അപ്പൊ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. മങ്കിയുടെ ഫേസ് എല്ലാം ഓർമ്മ വരുന്നുണ്ട് എന്ന് പറയാ. ജബ് കഭി ഉത്തര हुआ हो तो चेहरा खाली खाली लगता है. याद आ गया वह टोपा कोली फ्रेम का चश्मा और लंगूर की सूरत. हाँ, इन दिनों शिमला में मैं सिर पर टोपी लगाना पसंद करती हूँ. ഷിംലയിലുള്ള കുറെ ടോപ്പി എന്ന് വെച്ചാൽ ക്യാപ്പുകളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. मैंने कई रंगों की जमा कर ली है. പല പല കളറിലുള്ളത് വാങ്ങിക്കാറുണ്ട്. कहा दुपट्टों को ओढ़ना और कहा सहज सहल सुभीते वाली ഹിമാചലി ടോപ്പിയ. ഹിമാചൽ പ്രദേശിലൊക്കെയുള്ള കുറെ ടോപ്പിയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു എൻഡ്, ഈ സ്റ്റോറിയുടെ എൻഡ് ഇത്രയാണ്. അപ്പൊ ബച്പൻ ചാപ്റ്ററിന്റെ ഈ പാർട്ടെല്ലാം എടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററിലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.